നാമം അല്ലെങ്കിൽ പരിണാമമെങ്കിലും എത്ര കൊല്ലം കഴിഞ്ഞിട്ട് പാണിനി ജനിച്ചിട്ട് കുറഞ്ഞതൊരു 2000 വർഷം കഴിഞ്ഞിട്ട് വേണ്ടി വന്നു. പാണിനിയുടെ സൂത്രങ്ങൾ പോലും നാം നമ്മുടെ രീതിയിലാണെന്ന് ഉച്ചരിക്കുന്നതെന്ന് നോക്കണം. പാണിനി എവിടെയൊക്കെയോ ആണ് സ്വരിപ്പിക്കൽ നടത്തിയിരുന്നത്, എവിടെയൊക്കെയാണ് അനുസ്വാരമായി ഉച്ചരിച്ചിരുന്നതെന്നും നമുക്ക് അറിഞ്ഞേകൂടാ. നാം സംസ്കൃതം ഉച്ചരിക്കുന്ന ഓരോ പ്രദേശത്തുകാരും ഓരോ രീതിയിലാണ്. പക്ഷെ പഴയ ഉച്ചാരണത്തിന് ഏതാനും ചില കാര്യങ്ങൾ നമുക്ക് അന്വേഷിച്ചെത്തിക്കുകയും ചെയ്യാം. ശിക്ഷാഗ്രന്ഥങ്ങളും മറ്റുള്ളതുകൊണ്ട് പലതും നഷ്ടപ്പെട്ടു പോയിട്ടും നാം നമ്മുടേതായി ആഗിരണം ചെയ്യുകയും നമ്മുടേതായി നിലനിർത്തുകയും ചെയ്തിട്ടുള്ള സംസ്കൃതം എന്ന ഈ മഹാത്ഭുതത്തിൻ്റെ ഞാൻ ഒരു പഠനം എഴുതിയത്, എൻ്റെ അപക്വമായ രീതിയിലൊരു പഠനം എഴുതിയത് CP നായർക്ക് എഴുതിയ കത്തിനെ കുറിച്ചാണ്. അത് അത്ഭുതമായിരിക്കുന്നതിന് കാരണം നിത്യസാമാന്യമായ കത്തെഴുത്ത് എന്ന് തുടങ്ങിയ ഒരു ഡൊമൈനിൽ പോലും, ഒരു പ്രയോഗ മേഖലയിൽ പോലും ഉപയോഗിക്കുമാറ് ഏതാനും ചില ആളുകൾ 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തും 21-ാം നൂറ്റാണ്ടിലും ജീവിച്ചിരുന്നു എന്നുള്ളത് ഒരുപക്ഷെ കുറേ കാലം കഴിഞ്ഞാൽ നാം വരാനിടയുള്ള പാശ്ചാത്യ ഗവേഷകന്മാർക്ക് ഒരു അത്യത്ഭുതമായി തോന്നിയേക്കാം. അതുകൊണ്ട് ഈ നിലയ്ക്ക് നാം പ്രകാശനം ചെയ്യുന്ന ഈ പുസ്തകം ഒരുപക്ഷെ ഈ വകുപ്പിൽപ്പെട്ട അവസാനത്തേതായി എന്ന് വന്നുകൂടായികയില്ല. ആകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആയി എന്ന് വന്നുകൂടായികയില്ല. അതുകൊണ്ട് എല്ലാ നിലയ്ക്കും ഇപ്രകാരം ഒരു സുശ്രാദ്ധം ആകട്ടെ തങ്ങളുടെ പിതാവിന് എന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്രകാരം പുസ്തകം രചിച്ച മക്കൾക്ക് പ്രത്യേകം അഭിനന്ദനം. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് ഒന്നുകൂടി നമസ്കാരം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.